ഞാനത് ചെയ്യുന്ന സമയത്തും അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്തത്. സത്യനാഥനെ ഒരുപാട് തമാശകളുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് ഭയങ്കരമായിട്ട് ചിരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. കുറേ തമാശകൾ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ റാഫിയോട് ചോദിച്ചു, അയ്യോ അത് കട്ട് ചെയ്ത് കളയണോ, ഇത് കട്ട് ചെയ്ത് കളയണോ, അപ്പം ലെങ്ത് അങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞോ? അങ്ങനെയൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. ഓക്കെ. പക്ഷേ എല്ലാവരും ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് വന്നത് ഒരു എന്താ പറയുക, ക്ലീൻ എൻ്റർടൈനർ, ഫുൾ ഫാമിലി ആയിട്ട് കൊച്ചു കുട്ടികളടക്കം പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ, ഒരു അശ്ലീല ചൊവ്വയോ ദ്വയാർത്ഥങ്ങളോ ഒന്നുമില്ലാതെ, വൾഗർ സീക്വൻസുകളോ ഇമേജസ് അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു നീറ്റ് ഫിലിം. ഞങ്ങൾ കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ അയച്ചെന്നുണ്ടായിരുന്നു, ഒരു തിയേറ്ററിൽ 90 വയസ്സുള്ള ഒരു അമ്മൂമ്മ നമ്മുടെ സിനിമ കാണണമെന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ പോകുമ്പോൾ എല്ലാവരും കൂടി പിടിച്ച്. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. എന്നാൽ ഞാൻ 2 വർഷം കഴിഞ്ഞിട്ടാണ് തിയേറ്ററിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാവരോടും അപേക്ഷിച്ചതും എല്ലാവരോടും പറഞ്ഞത്, പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഒരു 2 മണിക്കൂർ 20 മിനിറ്റ് എനിക്ക് വേണ്ടി മാറ്റി വെക്കണം. കാരണം ഈ സിനിമ എനിക്ക് അത്രയും അത്യാവശ്യമുള്ളതാണ്, ആവശ്യമുള്ളതാണ്, എൻ്റെ ജീവിതമാണ്. ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അവരെല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് ആദ്യത്തെ ദിവസം മുതൽ അവർ തിയേറ്ററിൽ വരിക, അവർ കുടുംബമായിട്ട് വരിക എന്ന് പറയുന്നത്, അവരെന്നെ അവരുടെ കുടുംബത്തിലെ ആളെ പോലെ കാണുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഇപ്പോൾ പറഞ്ഞല്ലോ ഫാമിലി പ്രേക്ഷകർ വരുന്നെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു ഫാമിലി എന്ന് പറയുമ്പോഴത്തേനും പ്രായമുള്ളവരുണ്ടാവാം, ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാവും. ചെറുപ്പക്കാര്, കൊച്ചു കുട്ടികൾ മുതൽ പല ഏജസിലുള്ള ആളുകൾ മുഴുവൻ നമ്മുടെ ഫാമിലിയാണ്. അതെ അതെ. അപ്പൊ എല്ലാരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടുക, അത് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അങ്ങനത്തെ ബ്ലെസ്ഡ് ആയിട്ടുള്ള കുറേ സിനിമകളുടെ ഭാഗമാവാൻ വേണ്ടിയിട്ട് ദിലീപേട്ടന് പറ്റിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ജേണിയെ കുറിച്ച് ഒന്ന് പറയാമോ? അല്ല, ശരിക്കും ജേണി തുടങ്ങിയ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ അഭിനയം തുടങ്ങുന്നത് 95-ലാണ്. അതിനു മുമ്പ് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. 95-ലും അസിസ്റ്റന്റ് ഡയറക്ടർ കം ആക്ടറായി. എന്നുവെച്ചാൽ അഭിനയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ. അത് കഴിഞ്ഞ് ശരിക്കും അവിടെ നിന്നാണ് കൊച്ചു വേഷങ്ങൾ ചെയ്ത് പിന്നെ മെയിൻ ശരിക്കും ഏഴരക്കൂട്ടം എന്ന് പറഞ്ഞൊരു സിനിമ. അപ്പോൾ ശരിക്കും ആദ്യം ചെയ്യുന്നത് എന്നോട് കൂടാമോ, പിന്നെ സൈന്യം, വലിയ സംവിധായകരുടെ കൂടെ തന്നെയാണ് എൻ്റെ ഒരു തുടക്കവും കാര്യങ്ങളൊക്കെ. എൻ്റെ ഗുരുനാഥൻ്റെ സിനിമയിൽ തന്നെയാണ് എൻ്റെ തുടക്കം, ക്യാമറയുടെ മുമ്പിൽ നിന്നത്. അവിടുന്ന് മലയാള സിനിമയിലെ ഏറ്റവും പ്രഗത്ഭനായ സംവിധായകരാണ് ജോർജ് സാറ്. അദ്ദേഹത്തിൻ്റെ കൂടെ 10-40 അസിസ്റ്റന്റ് ഡയറക്ടർ വർക്ക് ചെയ്തു. ഞാൻ അതിൻ്റെ അഭിനയിക്കുകയും ചെയ്തു. ജോർജ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇന്നും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറെ പോലെ തന്നെയാണ്. കാരണം നമ്മൾ ആ വലിയ ഗുരുസ്ഥാനത്ത് കാണുന്ന അത്രയും അപ് ടു ഡേറ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. അപ്പം അവിടുന്ന് പിന്നെ അതിന് ശേഷം ഗുരുനാഥൻ്റെ പടത്തിൽ തന്നെ ഹീറോ ആയിട്ട് അഭിനയിച്ചു, ഈ പുഴയും കിടന്ന്. പിന്നെ അതിനു മുമ്പ് സല്ലാപം കിട്ടി, അതിൽ 2 ഹീറോസ്, ഞാനുണ്ടായിരുന്നു, മനോജ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള അവസരം കിട്ടി. അവസരം കിട്ടാനുള്ള കാരണം അങ്ങനത്തെ സിനിമകൾ കാണാൻ പ്രേക്ഷകരുണ്ടായതുകൊണ്ട്. അപ്പോൾ എനിക്ക് കമ്മിറ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞ ഓഡിയൻസിനോട് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ കമ്മിറ്റ്മെൻറ്റ്. എനിക്കെല്ലാം സിനിമയാണ്, എനിക്കതെല്ലാം തന്നത് സിനിമയാണ്. പക്ഷെ ആ സിനിമയിൽ ഞാൻ നിലനിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നെയാണ്. ഒരു ആവശ്യമുള്ള ഘട്ടത്തിൽ പോലും അവരാണ് വന്നിട്ടുള്ളത്. ആ ഒരു സ്നേഹം എനിക്ക് തോന്നുന്നത് ത്രൂ ഔട്ട് അന്നും ഇന്നും ആൾക്കാരെ 2 കൈ നീട്ടിയാണ് ഇങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങുന്നതെന്ന് അറിയുമ്പോഴത്തേനും. ഈ ഒരു ട്രെയിലർ ഇറങ്ങിയപ്പോൾ തൊട്ടേ ആൾക്കാർ കണ്ടിന്യൂസ് വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടും. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പിള്ളേർ തന്നെ നിർബന്ധിച്ച് പാരൻസിനെ കൊണ്ടുപോയിട്ടൊക്കെ കാണിക്കുന്ന രീതിയിലാണ് ഈ ഒരു വോയിസ് ഓഫ് സത്യനാഥൻ ഇറങ്ങുന്ന സമയത്തൊക്കെ ആ കുട്ടികളുടെ റെസ്പോൺസ്. അപ്പം അങ്ങനെ കുട്ടി പ്രേക്ഷകർ ആരെങ്കിലും അങ്ങനത്തെ ഒരു സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്തോ? പിന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നിയത് ഇപ്പം കോവിഡ് കാലത്ത് കോവിഡിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ സിനിമയ്ക്കുണ്ടായി. അതിൽ കോവിഡ് സമയത്ത് 1.5 വർഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുണ്ടായത് TV അല്ലെങ്കിൽ അതുപോലുള്ള പ്ലാറ്റ്ഫോമാണ്. ഫോണിലോ TV-യിലോ ഒക്കെയാണ് സിനിമ കണ്ടിരുന്നത്. നമുക്ക് തിയേറ്ററിലെങ്ങും പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ആ സമയത്തും എൻ്റെ പഴയ സിനിമകൾ ഒരുപാട് വരികയുണ്ടായി. അപ്പോൾ അതിലൂടെ ഞാനിപ്പോൾ CID മൂസ ഷൂട്ട് വെച്ചാൽ 6 സിനിമ റിലീസ് ചെയ്തിരുന്ന സമയത്ത് കണ്ട കുട്ടികൾ, അവരാണായാലും പെണ്ണായാലും, അവർ വലുതായി, അവർ കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികളായി. അപ്പോൾ ഈ സമയത്തൊക്കെ അങ്ങനത്തെ സിനിമകളൊക്കെ ഈ കുഞ്ഞുങ്ങളെ കാണിച്ചിട്ടുണ്ട്.
ഇപ്പം എനിക്ക് തോന്നുന്നു വീണ്ടും കുട്ടി ഫാൻസ് ഭയങ്കരമായിട്ട് ആക്റ്റീവ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. ഞാൻ ഷോക്കായി പോയി. 4 വയസ്സുള്ള കുട്ടി മുതൽ ഒരു 12 വയസ്സുള്ള കുട്ടികൾ വരെയുള്ള അവർ ഞാൻ ചെയ്ത ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് അതിലെ ഡയലോഗ്സുകളൊക്കെ പറഞ്ഞിട്ടാണ് അവർ പെർഫോം ചെയ്യണത്. അപ്പം ഞാനിങ്ങനെ നോക്കിയിരുന്നു. കാരണം അവർ എൻ്റെ ഓരോ മൊമെൻറ്റ്സും പഠിച്ച് അതിലെ ഡയലോഗ്സുകളും പഠിച്ചാണ് അവർ പറയുന്നത്. അപ്പോൾ പുതുതലമുറ നമ്മളെ ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡാണ്. അപ്പോൾ അതിന് കൂടെ നിൽക്കുന്ന ആരാ? മാതാപിതാക്കളാണ്. അവരുടെ ചെറുപ്പത്തിൽ അവരുടെ ഒരു 10 വയസ്സിലൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ CID മൂസ ഇറങ്ങിയിട്ട് ഇപ്പോൾ 20 വർഷമായി. 10 വയസ്സുള്ള അവർക്ക് 30 വയസ്സായി. ഞാൻ പറഞ്ഞ അതാണ്. അവർ ഭക്ഷണം കൊടുക്കുമ്പോഴോ ഇതാകുമ്പോഴൊക്കെ കുഞ്ഞുങ്ങൾ ഇതാക്കുമ്പോഴോ വെച്ചു കൊടുക്കുന്ന നമ്മുടെ സിനിമകൾ കാണാൻ അവർ പറയുന്നുണ്ട്. അവർ തന്നെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ കണ്ട സിനിമ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഗുണമായി. ഇപ്പം അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ പുതിയ സിനിമയായിട്ട് വന്നപ്പോഴും ആ സ്നേഹം അത് കണ്ണുകളിൽ നമുക്ക് കാണാം. നമ്മളോടുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അത് വലിയ ഭാഗ്യമായിട്ട് തന്നെ കാണുന്നത്. എനിക്കൊന്ന് റാഫി സാറായിട്ടുള്ള ഒരു കൂട്ടുകെട്ട്, എനിക്കൊന്ന് ഇപ്പോഴും നിങ്ങളുടെ സെറ്റിലെ കഥകളൊക്കെ ആര് പറഞ്ഞാലും നിങ്ങൾ ഒരുപാട് കോമഡികൾ ഒരുപാട് ഒപ്പിക്കുന്ന അങ്ങനത്തെ ഫ്രണ്ട്സ് ആയിരുന്നു നിങ്ങൾ നേരത്തെ മുതൽ. അപ്പോൾ ഒരു പുതിയതായിട്ടൊരു കഥയായിട്ടൊക്കെ വരുമ്പോഴും വളരെ എക്സൈറ്റഡ് ആയിരുന്നിരിക്കുമല്ലോ ഇപ്പോഴും ഒരു പുതിയൊരു സിനിമയായിട്ട് വരുമ്പോഴും. ആ ഒരു ഒപ്പം വർക്ക് ചെയ്യാനും എപ്പോഴും നമ്മൾ ആ ഒരേ എനർജി ഷെയർ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നല്ല റിസൾട്ട് എപ്പോഴും നമുക്ക് കിട്ടുമല്ലോ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ല, ഏതൊരു സംവിധായകരോടും നമ്മൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ മാത്രമേ എന്നെ വെച്ച സിനിമ ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴാണ് ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവുള്ളൂ. എനിക്കും അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാവണം. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പുള്ളിയാണ് ഞാൻ സെറ്റിൽ ചെന്നാൽ അല്ലെങ്കിൽ ഞാനൊരു സിനിമ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമയിൽ എന്നെ കമാൻഡ് ചെയ്യുന്ന ആൾ പുള്ളിയാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ ഒബേ ചെയ്യാണ്, പറയുന്നത് മനസ്സിലാക്കി ചെയ്യാനും. പിന്നെ ഞങ്ങൾ തമ്മിലൊരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവണം എപ്പോഴും. അല്ലാണ്ട് ഏതൊരു നടനും മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവനോട് ഒരു താല്പര്യമില്ലാത്ത ഒരുത്തിനെ വെച്ചിട്ട് സിനിമ ഞാനൊന്നും പോകരുത്. അതൊക്കെ ഒരു മെക്കാനിക്കൽ പരിപാടിയാണ്. അങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വെച്ചാൽ എൻജോയ് ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്യാന്ന് പറയില്ല. അപ്പം ദൈവം അനുഗ്രഹിച്ച് ഞങ്ങളൊക്കെ തമ്മിൽ നല്ലൊരു കെമിസ്ട്രി, ഒരു വൈബ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാനൊരു ഹീറോ ആവുന്നതിന് മുമ്പേ ഞാൻ റാഫിയുടെ ഒരുപാട് ഷോസ് ഞാൻ കണ്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഫാനാന്ന് തന്നെ പറയാം. ഫാൻ മീൻസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ് റാഫി. അപ്പോൾ റാഫ് ബൈനെ ഞാനൊരു ഇതായി കാണുന്നു, നമ്മൾ പ്രോഗ്രാം കാണാൻ ചെല്ലുന്നു, അവിടെ നിന്ന് ചില ഐറ്റമൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിനെക്കുറിച്ച് എപ്പോഴും കളിയാക്കി. ഞാൻ കണ്ടതിൽ ഏറ്റവും ബ്രില്യൻ്റ് റൈറ്റേഴ്സിൽ എടുത്ത് പറയേണ്ട ഒരാളാണ് റാഫി ബൈ. ശരിക്കും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ആദ്യം റാഫി മെക്കാട്ടിനായിരുന്നു. അവരൊരുമിച്ചുള്ള സിനിമകളിലെല്ലാം ഞാൻ വിളിച്ചു ഗംഭീര ഹിറ്റുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം റിംഗ് മാസ്റ്റർ തുടങ്ങിയിട്ടാണ് ഞാൻ റാഫ് ബൈ ഇതായി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എനിക്ക് ചൈന ടൗണിൽ അഭിനയിച്ചു. പിന്നെ ലാസ്റ്റ് അദ്ദേഹം എഴുതിയ 2 കൺട്രീസ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ഫിലിം. ഇപ്പോൾ ഈ ഫിലിം ശരിക്കും പറഞ്ഞാൽ എന്നെ വെച്ച് പ്ലാൻ ചെയ്തൊന്നുമല്ല. പല കഥകൾ പറഞ്ഞു, എല്ലാവരും OTT ഫിലിം ചെയ്യണു, നമുക്കൊരു OTTയിലേക്ക്, കാരണം തിയേറ്റേഴ്സ് ഇല്ലല്ലോ, അങ്ങനെ പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ് ചെറിയൊരു രീതിയിൽ. പക്ഷെ ഇത് ശരിക്കും ആദ്യം ചെയ്യേണ്ടത് ഫഹദായിരുന്നു. എന്നിട്ട് ഞാൻ ഇവരിങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഫഹദ് ചെയ്യാത്ത ചോദിച്ചു. അപ്പോൾ പുള്ളി തിരക്കാണ്, പുള്ളി കറക്റ്റ് നമുക്ക് പുള്ളി ഇപ്പോൾ വേറെ തെലുങ്കിൽ പോകണു, അവിടെ പോകണം, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഡേറ്റ് എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിന് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ റിയാലിറ്റി അറിയാൻ വേണ്ടി ഞാൻ ഫഹദിനെ വിളിച്ചു. കാരണം ഞാനിവരൊക്കെ ഫാസാറിൻ്റെ വീട്ടിലാണ് ഒക്കെ പോകുമ്പോൾ വെച്ചാൽ അവർ സിനിമയിൽ വരുന്നതിന് മുമ്പ് കാണുന്നതല്ലേ. ഞാൻ വിളിച്ചു, ഷാനു ഇങ്ങനെ ഇത് പറയുന്നുണ്ട്, ഷാനു ചെയ്യണ്ടോ? അത് പറഞ്ഞില്ല ഏട്ടാ, ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇതാണ്. അപ്പം ഞാൻ ചെയ്യേണ്ടി ചെയ്തോളൂ, കാരണം ഇവരിങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാൻ ആ കഥ കേട്ടു. അപ്പോൾ കാരണം ഷാനുവിനോട് ചോദിക്കേണ്ട ഒരു മര്യാദ ഉണ്ടല്ലോ, ചെയ്യുന്നില്ലെങ്കിൽ എന്നുള്ളതുള്ളൂ. അയ്യോ ചേട്ടൻ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്തോട്ടോ, അത് ഒരു പ്രശ്നമില്ല ഏട്ടാ എന്ന് പറഞ്ഞിട്ട് ആണ്. പിന്നെ അതിന് ഞാൻ വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങളായി. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള സത്യനാഥനിലേക്ക് പോയത്. ജോജു ചേട്ടൻ്റെ അടുത്തുള്ള ആക്ടിങ് എനിക്കൊന്നൊരു ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ, ഈ കഥ കേട്ടപ്പോൾ
ഞാൻ എൻ്റെ ഡേറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞതിന് മുമ്പ് ഞാൻ ചോദിച്ചത് അതാരാ ചെയ്യുന്നത്, ആ ക്യാരക്ടർ ആ ക്യാരക്ടർ ആരാ ചെയ്യണതെന്ന് വെച്ചു. കാരണം എൻ്റെ മനസ്സിലത് പെട്ടെന്ന് ജോജുവിനെ തോന്നി. ജോജു ആദ്യം ബിജുവിനെ തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ 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 ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ബിജു നല്ല തിരക്കിലാണെന്ന് എനിക്കറിയാം. കാരണം ബിജുവിൻ്റെ കൂടെയുള്ള ആൾ തന്നെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ബിജു ചിലപ്പോൾ അറിയില്ല, ജോജുവിനെ നോക്കൂ, ജോജു ഈ ഇതിന് കറക്റ്റ് ജോജു ആണ്, നിങ്ങൾ ആദ്യം ജോജു ഉണ്ടെന്ന് ചോദിക്കൂ. അപ്പോൾ പുള്ളി അന്വേഷിച്ചിട്ട് ജോജു ഉണ്ട്, ചിലപ്പോൾ വന്നേക്കാം, ചിലപ്പോൾ വന്നേക്കാം എന്നല്ല, വരുമോ, എന്നാലേ നമ്മളത് കമ്മിറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ തന്നെ മനസ്സിൽ നമുക്ക് അങ്ങനെ കാണാൻ ആ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഞാൻ റാഫിയുടെ അടുത്ത് പറഞ്ഞത് ജോജുവിൻ്റെ ക്യാരക്ടർ ഗംഭീരമായി വർക്കൗട്ട് ചെയ്താലേ ഈ സിനിമ നിൽക്കുള്ളൂ. ആ ആ ഏരിയയിലാണ് ഇതിൻ്റെ ഒരു പിടിയുള്ളത്. അപ്പോൾ അത് കറക്റ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സിനിമയൊക്കെ ഇറങ്ങിയതിന് ശേഷം കുറച്ച് ആൾക്കാർ ഇരുന്നിട്ട് എന്താണ് ജോജുവിൻ്റെ പെർഫോമൻസിന് മുമ്പിൽ ദിലീപ് പതറി നിന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇമോഷണൽ സീനിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും പറയുന്നത്. ഇമോഷണൽ സീനിൽ ആ സീൻ വർക്കൗട്ടായല്ലേ. പിന്നെ ഏതു സ്ഥലത്തും പല ഒരു വേദിയിൽ അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് പല സ്വഭാവമുള്ള ആക്ടേഴ്സിനെ നിർത്തണേ. അപ്പോൾ അദ്ദേഹം നന്നായി പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാനാവുള്ളൂ. അതിനെ കടത്തി വെട്ടി ഞാൻ ഓവർ എക്സ്പ്രഷൻ ഇട്ടിട്ട് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തില്ല, അയാളുടെ ഇമോഷനെ അത് നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പുള്ളി ഭയങ്കര ഇമോഷണൽ ആവണം, ഞാൻ അവിടെ വെറുതെ ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഞാൻ അഭിനയിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ വിചാരിച്ച കയ്യിൽ. ഞാനിപ്പം പുള്ളിയുടെ അങ്ങനെയല്ല, അത് വർക്കൗട്ട് ആയാലും ടോട്ടാലിറ്റി, സിനിമയുടെ ടോട്ടാലിറ്റി ഇല്ലേ. പിന്നെ ജോജുവിനെ പോലൊരു ആളെ കൊണ്ടുവന്നിട്ട് പണിയെടുപ്പിച്ചില്ലെങ്കിൽ എങ്ങനെ ശരിയാവും? ജോജു നന്നായില്ലെങ്കിൽ സമ്മതിക്കില്ല. അല്ല, ആരും സമ്മതിക്കില്ല. ഞാൻ ഏറ്റവും കൂടുതൽ പകരം ഉണ്ടാക്കണത് ഓപ്പോസിറ്റ് ആർട്ടിസ്റ്റ് കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മൾ ടെൻഷനാവും. അത് ഞാൻ പഠിച്ചത് എൻ്റെ സീനിയേഴ്സിന് കയ്യിൽ നിന്നാണ്. ഇപ്പം അമ്പിളിച്ചൻ്റെ കൂടെയോ ഇന്നസെൻ്റിൻ്റെ കൂടെയോ എൻ്റെ ഏത് ആർട്ടിസ്റ്റുകളാണെങ്കിലും കൂടെ നിൽക്കുമ്പോൾ അവരുടെ ടൈമിങ്ങിന് സാധനങ്ങൾ നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, അവർ നമുക്ക് അത് ടെൻഷൻ. തേമി ഞാൻ അവരുടെ ഒപ്പം എത്താൻ പറ്റുമോ. അതിനകത്ത് ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. അപ്പോൾ അതിനകത്ത് എൻ്റെ മനസ്സിൽ ഞാൻ എന്താ ആഗ്രഹിച്ചു അത് ഞാൻ റാഫിയോട് വരുന്നു. റാഫി അത് കറക്റ്റായിട്ട് ആ സിനിമയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെയാണ് ഏറ്റവും ആദ്യം പറഞ്ഞത് എനിക്ക് ജോജുവിൻ്റെ ക്യാരക്ടർ ഇഷ്ടമായി.